നമസ്കാരം. നീറ്റ് പ്രവേശന പരീക്ഷയുടെ റിസൾട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും റാങ്കും അതിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ആലോചനകളിലാണ്. നമ്മളിന്ന് നോക്കുന്നത് 2025 നീറ്റ് പ്രവേശന പരീക്ഷയിൽ ഓരോ കോഴ്സിനും അഡ്മിഷൻ ലഭിച്ച ലാസ്റ്റ് റാങ്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ്. അതിൽ ഓരോ കോഴ്സും പ്രത്യേകം പരിശോധിക്കുകയാണ്. ഇന്ന് നമ്മൾ നോക്കുന്നത് MBBS കോഴ്സിന് സംസ്ഥാനത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ കഴിഞ്ഞ വർഷം ഏത് റാങ്ക് വരെ നീറ്റ് നേടിയ വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിച്ചുവെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. സംസ്ഥാനത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ കഴിഞ്ഞ വർഷം ലാസ്റ്റ് റാങ്ക് ഏത് റാങ്ക് വരെ നേടിയ വിദ്യാർത്ഥിക്ക് MBBSന് അഡ്മിഷൻ ലഭിച്ചു എന്നുള്ളതാണ് നോക്കുന്നത്. അതിൽ ഓരോ കമ്മ്യൂണിറ്റി തിരിച്ച് പരിശോധിക്കുന്നു. അതിൽ ആദ്യം നോക്കുന്നത് ജനറൽ മെറിറ്റാണ്. കഴിഞ്ഞ വർഷം ജനറൽ മെറിറ്റ് നീറ്റിന് 10,555 റാങ്ക് വരെ നേടിയ വിദ്യാർത്ഥിക്ക് കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ ലഭിച്ചു. ഓരോ കമ്മ്യൂണിറ്റി വൈസ് പരിശോധിക്കുകയാണ്. ഈഴവ വിഭാഗത്തിൽ കഴിഞ്ഞ വർഷം 26,641 റാങ്ക് വരെ നേടിയ വിദ്യാർത്ഥിക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. മുസ്ലിം വിഭാഗത്തിൽ 26,493 റാങ്ക് വരെ നേടിയ വിദ്യാർത്ഥിക്കും കഴിഞ്ഞ വർഷം സർക്കാർ മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അതർ ബാക്ക്വേർഡ് ഹിന്ദു BH വിഭാഗത്തിൽ 31,614 റാങ്ക് വരെ നേടിയ വിദ്യാർത്ഥിക്കും ലാറ്റിൻ കാത്തലിക്സ് ആൻഡ് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ 39,536 റാങ്ക് വരെ നേടിയ വിദ്യാർത്ഥിക്കും അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ധീവര വിഭാഗത്തിൽ നീറ്റിന് കഴിഞ്ഞ വർഷം 86,397 റാങ്ക് വരെ നേടിയ വിദ്യാർത്ഥിക്കും വിശ്വകർമ്മ വിഭാഗത്തിൽ 33,582 റാങ്ക് നേടിയ വിദ്യാർത്ഥിക്കും അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻസ് BX വിഭാഗത്തിൽ 30,914 റാങ്ക് വരെ നേടിയ വിദ്യാർത്ഥിക്കും അഡ്മിഷൻ ലഭിച്ചു. KN വിഭാഗത്തിൽ 1,08,805 റാങ്ക് വരെ നേടിയ വിദ്യാർത്ഥിക്കും കുടുംബി KU വിഭാഗത്തിൽ 3,63,930 റാങ്ക് വരെ നേടിയ വിദ്യാർത്ഥിക്കും കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിച്ചു. SC വിഭാഗത്തിൽ 1,92,289 റാങ്ക് നേടിയ വിദ്യാർത്ഥിക്കും ST വിഭാഗത്തിൽ 3,75,127 റാങ്ക് നേടിയ വിദ്യാർത്ഥിക്കും കഴിഞ്ഞ വർഷം സർക്കാർ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന EWS വിഭാഗത്തിൽ 37,210 റാങ്ക് വരെ നേടിയ വിദ്യാർത്ഥിക്കും കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ സർക്കാർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ഈ വർഷം സാഹചര്യം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഈ വർഷം മാറ്റങ്ങൾ ഉണ്ടാകാം. എന്നാൽ പോലും റാങ്കുമായി ബന്ധപ്പെട്ട ഒരു ഏകദേശ ധാരണ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും 2025 ലാസ്റ്റ് റാങ്ക് പരിശോധിക്കുമ്പോൾ ലഭിക്കും. മറ്റ് എപ്പിസോഡുകളിൽ മറ്റ് കോഴ്സുകളും മറ്റ് സ്വാശ്രയ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ സാഹചര്യം നമുക്ക് പരിശോധിക്കാം.